SSLC ബയോളജി 3rd ചാപ്റ്ററിലെ സ്റ്റിമുലസും റെസ്പോൺസും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്റ്റിമുലസും ഉദ്ദീപനത്തിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ സ്റ്റിമുലസ്? എന്താണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ എന്താണ് ഉദ്ദീപനം? ഒരു ഫാക്ടർ, എ സ്റ്റിമുലസ് ഈസ് എ ഫാക്ടർ ദാറ്റ് ലീഡ്സ് ടു എ റെസ്പോൺസ് ഇൻ എ ഹ്യൂമൻ ബീയിങ്. ഒരു ജീവനുള്ള വസ്തുവിലെ ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കാരണം, ഈ കാരണത്തിനെയാണ് നമ്മൾ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റിമുലസിനെ രണ്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് എക്സ്റ്റേണൽ സ്റ്റിമുലസും രണ്ടാമത്തെയാണ് ഇൻറ്റേർണൽ സ്റ്റിമുലസും. എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന സ്റ്റിമുലസുകൾ, അതായത് ഇപ്പോൾ ഒരാളെ നമ്മൾ കൈകൊട്ടി വിളിക്കുക, അല്ലെങ്കിൽ ഒരാളെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്മെല്ല്, ഇതൊക്കെയാണ് പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ സ്റ്റിമുലസുകൾ. ഇനി ഇൻറ്റേർണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റിമുലസുകൾ അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ, അതായത് ഇപ്പോൾ വിശപ്പ്, ദാഹം, സന്തോഷം, സങ്കടം എന്നിവയൊക്കെയാണ് ഇൻറ്റേർണൽ സ്റ്റിമുലസ്, അകത്തു നിന്നുള്ള സ്റ്റിമുലസിൽ പെടുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റിമുലസ് എന്നും എന്താണ് സെൻസ് എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് കമൻറ്റ് ചെയ്യാം.